let sequence bn be a sequence. ഇതൊരു സീക്വൻസ് ആണ്. An infinite series is a formal expression of the form is a formal expression of the form is a formal expression of the form sigma n is equal to 1 to infinity bn is equal to b1 plus b2 plus b3 plus etc. അല്ലേ? ഓ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. അല്ലേ? This is infinity series. Sigma n is equal to 1 to infinity 1 by n എന്ന സീരീസ് ആണ് അതല്ലേ? sigma n is equal to 1 to infinity 1 by n എന്ന സീരീസ് ആണ് ഇത്. ഇതാ n ന് 1 കൊടുക്കുക പ്ലസ് n ന് 2 കൊടുക്കുക പ്ലസ് n ന് 3 കൊടുക്കുക പ്ലസ് n ന് 4 കൊടുക്കുക. that is a series. അടുത്ത് 1 minus 1 by 2 plus 1 by 3 minus 1 by 4 plus etc. ഇതൊരു സീരീസ് ആണ്. ഏത് സീരീസാ? sigma n is equal to 1 to infinity minus 1 raised to n plus 1 by n അല്ലേ? ഇവിടെ എന്നിന് ആദ്യം 1 കൊടുക്കുക മൈനസ് 1 സ്ക്വയർ മൈനസ് 1ന്റെ പവറിൽ ഓട് വന്നാൽ എന്തായിരിക്കും ഇവിടെ? മൈനസ് 1ന്റെ പവറിൽ ഓട് വന്നാൽ മൈനസ് 1ഉം മൈനസ് 1ന്റെ പവറിൽ ഈവൻ വന്നാൽ എന്താണ്? പ്ലസ് 1 ആണ്. മൈനസ് 1 റൈസ് ടു n is n 1 when n is even. minus 1 raised to n is minus 1 when n is odd. അല്ലേ? അപ്പോ ഇവിടെ ഇത് കണ്ടില്ലേ? ഇവിടെ മൈനസ് 1 റൈസ് ടു n പ്ലസ് 1 ബൈ n. ഇവിടെ n ന് 1 കൊടുത്താൽ ഇത് കൊണ്ട് n ന് 2 കൊടുത്താലോ മൈനസ് 1 റൈസ് ടു 3 ആവും. അത് മൈനസ് ആവും ബൈ 2. n ന് 3 കൊടുത്താൽ മൈനസ് 1 റൈസ് ടു 4 ആവും. അത് പ്ലസ് ആവും 1 ബൈ 3. ഇങ്ങനെ this is minus 1 റൈസ് ടു n പ്ലസ് 1 ബൈ n. നോട്ട് ചെയ്തോ അതിനെ. 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus etc. ഇതൊരു സീരീസ് ആണ്. sigma n is equal to 1 to infinity 1 by n square എന്ന സീരീസ് ആണ്. അപ്പോൾ ഒരു സീക്വൻസിലെ ടേംസുകളുടെ സമ്മിനെ ആണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത് അല്ലേ? Let Bn be a sequence. An infinite series is a formal expression of the form sigma n is equal to 1 to infinity Bn is equal to B1 plus B2 plus etc. is called series. അല്ലേ? കഴിഞ്ഞോ? എക്സാമ്പിൾസും കൂടി എഴുതാം. 1 plus 1 by 2 ഇങ്ങനെ പോകുന്നത് പറയാം. 1 plus 2 plus 3 plus etc. ഇതൊരു
സീരീസ് ആണ് സിഗ്മ എൻ എന്ന സീരീസ് 1 to infinity. Yes, next sequence of partial sums. Sequence of partial sum. നമ്മൾ സീരീസിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. അതിനകത്തൊരു സീക്വൻസ് നമ്മൾ പറയാൻ പോവാണ്. Sequence of partial sums. So let sequence Bn be a sequence. ഇതൊരു സീക്വൻസ് ആണ്. Sequence and a series. Consider a series. Consider a series. Consider a series. Sigma n is equal to 1 to infinity Bn. Sigma n is equal to 1 to infinity Bn. ഇതൊരു സീരീസ് ആണ്. എന്ന് ഏത് സീരീസാ? B1 plus B2 plus B3 plus etc. Now define. ഞാൻ ഇതിലെ ഫസ്റ്റ് ടേം ഏതാ? B1. അതിനെ ഞാൻ S1 എന്ന് വിളിക്കുന്നു. Now define S1 is equal to B1. S2 is equal to, now define S1 is equal to B1. S2 is equal to B1 plus B2. ആദ്യത്തെ രണ്ട് ടേം മാത്രം. ആദ്യത്തെ ഫസ്റ്റ് ടേം മാത്രം S1 എന്ന് വിളിച്ചു. സെക്കൻഡ് ടേം മാത്രം ഇവിടുത്തെ ഫസ്റ്റ് ടേം മാത്രം B1 എന്ന് വിളിച്ചു. ആദ്യത്തെ രണ്ട് ടേമുകളുടെ സമ്മിനെ B1 plus B2 എന്ന് വിളിച്ചു. അടുത്ത S3 എന്ന് വെച്ചാൽ ആദ്യത്തെ മൂന്ന് ടേമുകളുടെ സം B1 plus B2 plus B3. S4 എന്ന് വെച്ചാൽ എന്താണ്? B1 plus B2 plus B3 plus B4. ആദ്യത്തെ നാല് ടേമിന്റെ സം. ഇങ്ങനെ പോവാം എക്സെട്ര. SN എന്തായിരിക്കും ഇവിടെ? അല്ലെങ്കിൽ SCM എം ഉപയോഗിക്കാം. SM എന്തായിരിക്കും ഇവിടെ? S1 എന്ന് വെച്ചാൽ B1 ഫസ്റ്റ് ടേം മാത്രം. S2 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടു ടേംസിന്റെ Bn എന്ന സീക്വൻസിന്റെ ഫസ്റ്റ് ടു ടേംസിന്റെ സം. S3 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സീരീസിന്റെ ആദ്യത്തെ മൂന്ന് ടേംസ്. S4 എന്ന് വെച്ചാൽ മൂന്ന് ടേംസ് എന്ന് പറയാൻ പറ്റില്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിന്റെ സം, ഫസ്റ്റ് 4 ടേംസിന്റെ സം. SM എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആദ്യത്തെ m ടേമുകളുടെ സം അല്ലേ? അതായത് B1 plus B2 plus B3 plus etc plus Bm. ഇതല്ലേ SM? ഇനി അങ്ങ് എക്സെട്ര ആയിട്ട് പോയാലേ അല്ലെ, SM എന്ന് പറയുമ്പോ SM is equal to B1 plus B2 plus B3 plus etc plus Bm. അത്രേ ഉള്ളൂ. ഇനി എക്സെട്ര അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത SM plus 1 എഴുതാം. SM plus 1 എന്താവും? അത് Bm plus അല്ലെ, S1 B1, S2 B1 B2 കൂടെ ആഡ് ചെയ്യും, S3 ഇതിനോടൊപ്പം B3 കൂടെ ആഡ് ചെയ്യും, S4 ഇതിനോടൊപ്പം B4 കൂടെ ആഡ് ചെയ്യും. അങ്ങനെ പോയി SM plus 1 അങ്ങനെ പോകും. അപ്പൊ എനിക്കിവിടെ ഒരു സീക്വൻസ് കിട്ടും. S1 S2 S3 അങ്ങനെ ഒരു സീക്വൻസ് കിട്ടുകയാണ്. S1 S2 S3
എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടുകയാണ് എസ് എം എക്സെട്ര. അപ്പോ ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഒരു സീക്വൻസ് കണ്ടുപിടിച്ചു. ആ സീക്വൻസിന്റെ പ്രത്യേകത ഉണ്ടാ ഒന്നാമത്തെ ടേം സീരീസിലെ ഫസ്റ്റ് ടേം മാത്രം, രണ്ടാമത്തെ ടേം സീരീസിലെ ആദ്യത്തെ 2 ടേംസിന്റെ സം, മൂന്നാമത്തത് ആദ്യത്തെ 3 ടേംസിന്റെ സം, നാലാമത്തത് ആദ്യത്തെ 4 ടേംസിന്റെ സം. അങ്ങനെ പോകുന്ന ഒരു പുതിയ സീക്വൻസ് S1 S2 എക്സെട്ര SM എന്ന സീക്വൻസ് ഞാൻ വിളിക്കാൻ പോവാണ്. SM എന്നൊരു സീക്വൻസ്. This sequence is called sequence of partial sum of this series Bn. Sigma Bn എന്ന സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് S1 S2 S3 S4 എക്സെട്ര. സീക്വൻസ് ഓഫ് സീരീസ് സിഗ്മ ബിഎന്നിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് സീക്വൻസ് SM. സീരീസ് സിഗ്മ ബിഎന്നിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ് സീക്വൻസ് SM. ശ്രദ്ധിച്ചോ, ഇത് സീരീസ്, ഇത് സീക്വൻസ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് വെച്ചാൽ ഒരു സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോരോ ആദ്യത്തെ ടേം മാത്രം, ആദ്യത്തെ 2 ടേമുകളുടെ സം, പിന്നെ ആദ്യത്തെ 3 ടേമുകളുടെ സം എക്സെട്ര ഇങ്ങനെ പോകുന്ന സീക്വൻസിനെയാണ് then the sequence SM, sequence SM is called the sequence of partial sums, is called the sequence of partial sums. Sequence of partial sum of the series sigma Bn. പിന്നെ അപ്പോൾ സീക്വൻസിന്റെ നമ്മൾ സീരീസിന്റെ കൺവെർജൻസിനെ പറ്റിയുള്ള ഡെഫിനിഷനാണ് പോകാൻ പോകുന്നത്. സീരീസിന്റെ കൺവെർജൻസ് പറയാൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്താൽ മതി. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്താൽ ഈ സീരീസ് കൺവെർജ് ചെയ്യും. അടുത്തത് result if sequence SM is a sequence of partial sum, is a sequence of partial sum partial sums of the series sigma Bn. Let sequence SM be a sequence of partial sums of the series sigma Bn if sequence SM converges to B, if sequence SM converges to B, a real number B, then we say that then the series sigma Bn converges to B എന്ന റിയൽ നമ്പറിലോട്ട് കൺവെർജ് ചെയ്യും. പാർഷ്യൽ സംസ് ഓഫ് ദ സീക്വൻസ്, പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ്, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഓഫ് ദ സീരീസ് കൺവെർജ് ചെയ്യുന്നെങ്കിൽ ആ സീരീസും കൺവെർജ് ചെയ്യും. ആൻഡ് ആ സീരീസിന്റെ സം സിഗ്മ ബിഎൻ എന്ന് വെച്ചാൽ ആ ബി എന്ന നമ്പർ ആയിരിക്കും. സിഗ്മ n is equal to 1 to infinity bn എന്ന് വെച്ചാൽ ബി ആയിരിക്കും. അപ്പോ ഒരു സീരീസ് കൺവെർജ് ചെയ്യുന്ന വെച്ചാൽ ആ സീരീസ് എന്ന് വെച്ചാൽ സം അല്ലേ, സീക്വൻസിന്റെ ടേമുകളുടെ സം അല്ലേ, ആ ടോട്ടൽ സമ്മിലേക്കാണ് സീരീസ് കൺവെർജ് ചെയ്യുന്നത്. ആ ടോട്ടൽ സം എത്രയാണോ ആ സമ്മിലേക്കാണ് ആ സീരീസ് കൺവെർജ് ചെയ്യുന്നത്. പക്ഷെ സീരീസിന്റെ കൺവെർജൻസ് പറയാൻ വേണ്ടി നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് S1 S2 S3 എക്സെട്ര, ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ടുള്ള പുതിയ സീക്വൻസ്, ആ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ സീക്വൻസ്
കൺവെർജ് ചെയ്താൽ if the sequence Sn, the sequence of partial sum Sm converges to B, then series sigma Bn converges to B, and sum of that, the answer of the sum is B, that particular B. പിടികിട്ടിയോ? അപ്പൊ എന്താണ് സീരീസ്, എന്താണ് സീക്വൻസ്, എന്താണ് സീരീസ്, എന്താണ് സീക്വൻസിന്റെ കൺവെർജൻസ്, എന്താണ് സീരീസിന്റെ കൺവെർജൻസ്, എല്ലാം ക്ലിയർ ആണോ? സീരീസിന്റെ കൺവെർജൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയണം? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്ന് പറയണം. സീരീസിന്റെ കൺവെർജൻസ് പറയാൻ എന്ത് പറഞ്ഞാൽ മതി? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സീരീസിന്റെ കൺവെർജൻസ് പറയാൻ വേണ്ടി സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്നുണ്ടോ നോക്കണം. സീരീസിന്റെ കൺവെർജൻസ്, ഒരു സീരീസ് ഒരു പോയിന്റിലോട്ട് കൺവെർജ് ചെയ്യുന്നെങ്കിൽ ആ സമ്മിന്റെ വാല്യൂ എവിടേക്കാണ് കൺവെർജ് ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഇത് എഴുതിയോ? ഫസ്റ്റ് പേജ് എഴുതിയോ? ഈ പേജ് എഴുതിയോ? ഇത് നമ്മൾ എഴുതി, ഇത് എഴുതിയല്ലോ അല്ലേ? Consider the series. അടുത്ത പേജോ? ഓ, സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത് എന്താണ്? ആ സീരീസിന്റെ ഫസ്റ്റ് ടേം, ആ സീരീസിന്റെ ആദ്യത്തെ 2 ടേമുള്ള സം, ആ സീരീസിന്റെ ആദ്യത്തെ 3 ടേം, അങ്ങനെ പോകുന്ന ഒരു അങ്ങനെ പോകുന്ന, ഇതൊരു എലമെന്റ് ആണ്, ഇത് വേറൊരെണ്ണം, ഇതൊരു റിയൽ നമ്പർ അല്ലെ, ഇത് ഓരോന്നും ഓരോ റിയൽ നമ്പറാണ്. ഇതൊരു റിയൽ നമ്പർ, S1 is a real number, S2 is a real number, S3 is a real number, S4 is a real number, etc. Sm is a real number, etc. അങ്ങനെ ഒരു സീക്വൻസ് കിട്ടും. That is called sequence of partial sum. Sequence of partial sum sigma bn എന്ന സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ആ സീരീസ് കൺവെർജ് ചെയ്യും. ആ സീരീസിന്റെ സമ്മിന്റെ ആൻസർ ആ വാല്യൂ ആയിരിക്കും. എവിടെയായിട്ടാണ് കൺവെർജ് ചെയ്യുന്നത് ആ വാല്യൂ. എക്സാമ്പിൾ 1. Consider ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം, ഭാഗം കുറച്ചുകൂടി ബെറ്റർ. Prove that the series sigma 1 by n square converges. സീരീസ് കൺവെർജ് ചെയ്യും. സീരീസ് കൺവെർജ് ചെയ്യുന്ന വെച്ചാൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ്. സീക്വൻസിന്റെ കൺവെർജൻസ് പഠിച്ചവരാണ്. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്ന പറഞ്ഞു. ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? അവിടെ ഒരു എ എന്ന സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ഉണ്ട്? ഒന്ന് വേണമെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an is equal to 0 ആണ്, അതുകൊണ്ട് 0 കൺവെർജ് ചെയ്യുമെന്ന് പറയാം. 2,
രണ്ട് എന്താ രണ്ടാമത്തെ എന്ത് പറയാം ഡെഫിനിഷൻ പറയാം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than there exists a natural number delta അല്ലല്ലോ there exists a natural number m so that modulus of an minus l less than epsilon for all n greater than or equal to m. മൂന്ന് മോണോട്ടോൺ കൺവെർജൻസ് പറയാം അല്ലെ എന്താണ് സീക്വൻസ് an മോണോട്ടോൺ ആവുക അങ്ങനെ പറയാം മോണോട്ടോണിക് ഇൻക്രീസിംഗ് അല്ല ഡിക്രീസിംഗ് മോണോട്ടോൺ ആൻഡ് സീക്വൻസ് an മോണോട്ടോൺ ആൻഡ് ബൗണ്ടഡ് മോണോട്ടോണും ബൗണ്ടറ്റും ആയാലും സീക്വൻസ് an കൺവെർജ് ചെയ്യും ഒരു സീക്വൻസ് കൺവെർജ് ചെയ്യാൻ ഇങ്ങനെ കുറെ റിസൾട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ട് സീക്വൻസിന്റെ കൺവെർജൻസ് സീരീസ് നമ്മൾ തുടങ്ങിയിട്ടേ സീരീസിന്റെ കൺവെർജൻസിന്റെ ഡെഫിനിഷൻ എന്താണ് അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്താൽ ഞാൻ ഇവിടുത്തെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുക്കുകയാണ് ഇവിടെ ലെറ്റ് S1 അല്ലെ ഇവിടെ തന്നിരിക്കുന്ന ആരാ given സിഗ്മ 1/n² അല്ലേ സിഗ്മ 1/n² എന്നിന് 1 കൊടുത്താൽ 1 എന്നിന് 2 കൊടുത്താൽ 1/2², എന്നിന് 3 കൊടുത്താൽ 1/3², എന്നിന് 4 കൊടുത്താൽ 1/4², ഇങ്ങനെ പോകുന്നത്. ഇനി the sequence of partial sum എന്താ? Then the sequence of partial sum is ഇതിന്റെ partial sum sequence ഞാൻ then the sequence sm എന്നെടുക്കാം. sm of partial sum is s1 എന്താ എടുക്കുക s1 ഫസ്റ്റ് ടേം മാത്രം s2 എന്താ 1 plus 1/2² അല്ലേ s2 എന്താ 1 plus 1/2² s3 1 plus 1/2² plus 1/3² etc. sm എന്തായിരിക്കും sm is equal to 1 plus 1/2² plus 1/3² plus etc. plus 1/m². ഇതാണ് sm. ഇവിടെ നോക്കടേ ഈ s1 1 മാത്രമല്ലേ s2 ആരാ 1 plus 1/4 ആണ് 1നേക്കാളും വലുതല്ലേ. അടുത്ത s3 ആരാ 1 plus 1/4 plus 1/9 അതായത് 1 plus 1/4നേക്കാളും വലുത് s2നേക്കാളും വലുതല്ലേ. ഇങ്ങനെയാ പോകണം അല്ലേ അപ്പൊ ക്ലിയർലി s1 less than or equal to s2 less than or equal to ഇങ്ങനെ പോകണം കൂടി വരിക etc. that is എനിക്ക് എന്ത് പറയാം the sequence of partial sum that is the sequence of partial sum that is the sequence of partial sum that is the sequence of partial sum sm is increasing അല്ലേ increasing sequence ആണ്. ഇവിടെ ഒരു സീരീസിന്റെ പാർഷ്യൽ സം സീക്വൻസുകളാണ് ഞാൻ അവിടെ എഴുതിയത്. പാർഷ്യൽ സം സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെന്ന് മനസ്സിലായല്ലോ. നമുക്കിവിടെ എന്ത് പ്രൂവ് ചെയ്താൽ മതി കൺവെർജ് ചെയ്യുന്നു ഈ സീരീസ് കൺവെർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുന്നു കാണിച്ചാൽ മതി. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് എന്ന് കൂടി കാണിച്ചാൽ മതി. അപ്പോ ഇവിടെ sm ആരാ 1 plus 1/4 അല്ലേ 1/2² 1/4 അല്ലേ 1/9 plus 1/16 plus ഇങ്ങനെയല്ലേ പോവാ 1/m². ഇവിടെ sm അതെ 1/1 less than 1/2 less than 1/1 അല്ലേ ശരിയല്ലേ 1/1 ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് എഴുതാം
that is Sm is 1 plus 1 by 2 into 1 by 2 plus 1 by 3 into 1 by 3 plus 1 by 4 into 1 by 4 plus etc. plus 1 by m into 1 by m. ഇവിടെ 2 ഗ്രേറ്റർ ദാൻ ആണ് അല്ലേ, 1 ലെസ് ദാൻ 2 അല്ലേ, 1 by 1 ഗ്രേറ്റർ ദാൻ 1 by 2 അല്ലേ, അപ്പോൾ 1 by 2 ലെസ് ദാൻ 1, അതേപോലെ 1 by 3 ലെസ് ദാൻ 1, 1 by 4 ലെസ് ദാൻ 1. ശരിയാണല്ലോ. അപ്പോ ഇവിടെ പറയാം 1 ലെസ് ദാൻ 2 ആയതുകൊണ്ട് 1 by 1 ഗ്രേറ്റർ ദാൻ 1 by 2 ആണ്. അപ്പോൾ 1 by 2 ഗ്രേറ്റർ ദാൻ 1. അടുത്ത് 2 ലെസ് ദാൻ 3 അല്ലേ, പക്ഷേ 1 by 2 ഗ്രേറ്റർ ദാൻ 1 by 3 ആണ് അല്ലേ, 1 by 2 ഗ്രേറ്റർ ദാൻ 1 by 3 ആണ്. അപ്പൊ ഇവിടെ ഞാൻ നോക്കണം, ഈ 1 by 2 പകരം ഗ്രേറ്റർ ദാൻ 1 കൊടുക്കും, ഈ 1 by 3 പകരം ഗ്രേറ്റർ ദാൻ 1 by 2 കൊടുക്കും, ഈ 1 by 4 പകരം ഗ്രേറ്റർ ദാൻ 1 by 3 കൊടുക്കും, എക്സെട്ര. ഈ 1 by m പകരം ഗ്രേറ്റർ ദാൻ 1 by m മൈനസ് 1 കൊടുക്കും. അതായത് this is less than 1 plus 1 by 2 into 1. ഈ 1 by 2 പകരം ലെസ് ദാൻ 1. അടുത്ത് പ്ലസ് 1 by 3, 1 by 3 നോക്കണേ, ഈ 1 by 3 പകരം ലെസ് ദാൻ 1 by 2, ഇവിടെ 1 by 2 പ്ലസ് ഈ 1 by 4 പകരം ലെസ് ദാൻ 1 by 3 പ്ലസ് 1 by 4 into ലെസ് ദാൻ 1 by 3. ലെസ് ദാൻ സിമ്പിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞു ആൾറെഡി മൊത്തത്തിൽ. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് 1 by m സ്ക്വയർ അല്ലേ, 1 by m സ്ക്വയർ എന്ന് വെച്ചാൽ 1 by m into 1 by m ആണല്ലേ അല്ലേ, 1 by m into 1 by m. അപ്പോൾ 1 by m into 1 by m മൈനസ് 1 എന്ന് കൊടുക്കുക അല്ലേ, 1 by m into 1 by m മൈനസ് 1 ആർക്ക് പോരോ, ഈ രണ്ടാമത്തെ 1 by m വരും. എന്താ റീസൺ എന്താ, സിൻസ് 1 by m minus 1 അല്ലെങ്കിൽ 1 by m ലെസ് ദാൻ 1 by m minus 1 അല്ലേ, 1 by m ലെസ് ദാൻ 1 by m minus 1. അപ്പൊ m ന് 1 കൊടുത്താൽ 1 by 1 ലെസ് ദാൻ 1 by 2 minus 1, 1 by 2 ലെസ് ദാൻ 1 by 3 minus 1, 1 by 2 ലെസ് ദാൻ 1 by 2 ലെസ് ദാൻ 1 by 1, 1 by 3 ലെസ് ദാൻ 1 by 2, 1 by 4 ലെസ് ദാൻ 1 by 4, എങ്ങനെ പോയി 1 by 3 ഫോളം എന്നൊക്കെ കൊടുത്താൽ മതി ഇവിടെ. For all m in z plus, for all positive integer അറിയാം. അപ്പൊ നോക്കിയേ എന്തായി, that is sm less than അല്ലെ, sm less than 1 plus 1 by 2 plus 1 by 2 into 3 plus 1 by 3 into 4 ശരിയല്ലേ, 1 plus 1 by 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by m into 1 by m into m minus 1.
ഞാൻ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാണ് എസ് എം ലെസ് ദാൻ 1 പ്ലസ് ഇവിടെ 1/2നെ 1 മൈനസ് 1/2. ആക്ച്വലി ഇവിടെ ഒരു 1/2 എന്ന് വെച്ചാല് 1/2 ഇൻറ്റു 1/1 എന്നാണ്. 1/2 ഇൻറ്റു 1/1 അതിന് എങ്ങനെ 1 മൈനസ് 1/2 പ്ലസ് 1/2 ഇൻറ്റു 3നെ 1/2 ഇൻറ്റു 3നെ 1/2 മൈനസ് 1/3 ശരിയാണോ? 3 മൈനസ് 1/2 ഇൻറ്റു 3 6 വരുമല്ലോ. പ്ലസ് 1/3 ഇൻറ്റു 4നെ 1/3 ഇൻറ്റു 4നെ 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്രാ പ്ലസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ 1/m പ്ലസ് m മൈനസ് 1 എനിക്ക് എങ്ങനെ എഴുതാം? 1/m പ്ലസ് m മൈനസ് 1നെ 1/m മൈനസ് 1/m മൈനസ് 1 സിംപ്ലിഫൈ ആയി. m മൈനസ് 1 മുകളിൽ പോയാൽ m മൈനസ് 1 മൈനസ് m അല്ലേ? m മൈനസ് 1 എത്തിട്ടല്ലേ 1/m മൈനസ് 1 മൈനസ് 1/m നോക്കിയാൽ ഈ m ഇങ്ങ് പോകും. m മൈനസ് m പ്ലസ് 1 അപ്പോൾ m മൈനസ് m പ്ലസ് 1 m മൈനസ് m ക്യാൻസൽ 1/m ഇൻറ്റു m മൈനസ് 1. ഇതാണ് എസ് എം. ഇനി നോക്കിയേ ഇവിടെ ആരെയും ക്യാൻസൽ ചെയ്ത് പോകും. നോക്കി ഇവിടെ ഇവിടെ മൈനസ് 1/2 ഇവിടെ പ്ലസ് 1/2 ക്യാൻസൽ ചെയ്തല്ലേ. ഇവിടെ മൈനസ് 1/3 വേണോ? ഒരു സ്റ്റെപ്പ് കൂടി എഴുതണോ? അപ്പോൾ എസ് എം that is sm less than 1 plus 1 minus 1/2 plus 1/2 minus 1/3 plus 1/3 ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ് കേട്ടോ. പ്ലസ് 1/m minus 1 minus 1/m നോക്കിയേ ഇങ്ങനെ കട്ട് ചെയ്യാലോ. 1/2 മൈനസ് 1/2 1/3 ഇതിങ്ങനെ പോകും അല്ലേ? അതുപോലെ ഇതുവരെ അങ്ങ് പോകും. പക്ഷെ 1/m പോകത്തില്ല, കാരണം വേറെ സിമിലർ ആയിട്ടുള്ള ടൈം വരില്ല. അപ്പൊ എസ് എം എന്തായി? 1 പ്ലസ് 1 മൈനസ് 1/m. അപ്പൊ 2 മൈനസ് 1/m അല്ലേ? 2 മൈനസ് 1/m ദാറ്റ് ഈസ് എസ് എം എന്തായി? ലെസ് ദാൻ 2 മൈനസ് 1/m. എസ് എം ലെസ് ദാൻ 2 മൈനസ് 1/m. എം എത്ര വലുതായാലും 2 മൈനസ് 1/m അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഈ 2വിൽ നിന്ന് 1/m m പോസിറ്റീവ് ആണ്. അപ്പൊ 1/m സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2നെക്കാളും ചെറുതായിരിക്കുമല്ലോ അല്ലെ? അപ്പൊ ഇത് ലെസ് ദാൻ 2 അല്ലേ? ശരിയല്ലേ? ദാറ്റ് ഈസ് എസ് എം ലെസ് ദാൻ 2. എസ് എം ലെസ് ദാൻ 2 ഫോർ ഓൾ എം. എസ് എം ലെസ് ദാൻ 2ന്റെ മീനിങ് എന്താ? എസ് എം എന്ന സീക്വൻസ് എസ് എം എന്ന സീക്വൻസിലെ എല്ലാ എലമെന്റ്സും 2നെക്കാളും ചെറുതെന്നല്ലേ? ദാറ്റ് ഈസ് ദ സീക്വൻസ് എസ് എം. എസ് എം ലെസ് ദാൻ 2 ഫോർ ഓളിന്റെ മീനിങ് എന്താ? ഏത് എം എടുത്താലും എസ് എം ലെസ് ദാൻ 2ന്റെ മീനിങ് എന്താ? സീക്വൻസ് എസ് എം the sequence sm is sequence sm has an upper bound 2 എന്ന് പറയാലോ. has an upper bound 2. sequence sm എന്തുണ്ട്? 2 എന്ന അപ്പർ ബൗണ്ട്. അപ്പൊ സീക്വൻസ് sm നോക്കിയേ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. കണ്ട സീക്വൻസ് sm എന്ത് കണ്ട? സീക്വൻസ് sm ഇൻക്രീസിംഗ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സീക്വൻസ് sm ഇൻക്രീസിംഗ് ആണ്. സീക്വൻസ് sm അപ്പർ ബൗണ്ട് ഉണ്ട്. ഹെൻസ് എനിക്ക് എന്ത് പറയാം? ഹെൻസ് സീക്വൻസ് sm ഈസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആൻഡ് എന്തുണ്ട്? അപ്പർ ബൗണ്ട് ഉണ്ടെന്നല്ലേ? ആൻഡ് ഹാസ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ട്. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം എനിക്ക് എന്ത് എഴുതാം? then by monotone convergence theorem then by monotone convergence theorem
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. സീക്വൻസ് SM ഈസ് കൺവർജന്റ്. മോണോട്ടോൺ കൺവർജൻസ് തിയറം വെച്ചിട്ട് സീക്വൻസ് SM കൺവർജന്റ്. സീക്വൻസ് SM കൺവർജന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസും കൺവർജ് ചെയ്യും. Thus the series sigma bn is equal to sigma 1 by n square is also converges. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ.